പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ, മമ രാജാവേ, പാടും പുകളിന്നും ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും താരം സ്തുത്യനുമെന്നെന്നും. അനവത്യം മമനാദാനിൻ മഹിമയ്ക്കളവില്ലറിവോ ഞാൻ. തലമുറ തലമുറയോളം തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോയോടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയവാനുടെ ആത്മാവിൻ ഉത്തമരീക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. സർവേശ പരിപാവനാം ബലവാനേ, പരിപാവനാം
പ്രവർത്തിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമരീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകം എന്നുള്ള വായന 24-ാം അധ്യായം 50 മുതൽ 61 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഇതാ റെബേക്ക നിന്റെ മുൻപിൽ നിൽക്കുന്നു, അവളെ കൊണ്ടുപോയിക്കൊള്ളുക. കർത്താവ് തിരുവുള്ളമായതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയായിരിക്കട്ടെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹാമിൻ്റെ ഭൃത്യൻ താണു വീണു, കർത്താവിനെ ആരാധിച്ചു. അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റെബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു. അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു, എന്നെ യജമാൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു, കുറച്ചുനാൾ കൂടി 10 ദിവസമെങ്കിലും അവൾ ഇവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് അവൾക്ക് പോകാം. അവൻ പറഞ്ഞു, എന്നെ താമസിപ്പിക്കരുത്. എൻ്റെ കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്കുന്നത് കൊണ്ട് യജമാൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുവാൻ എന്നെ അനുവദിക്കുക. നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാം എന്ന് അവർ പറഞ്ഞു. അവർ റെബേക്കയെ വിളിച്ച്, നീ ഈ മനുഷ്യൻ്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു. അവർ അവരുടെ സഹോദരി റെബേക്കയെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിൻ്റെ ഭൃത്യനോടും അവൻ്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു. അവർ അവളെ ആശീർവദിച്ച് പറഞ്ഞു, നീ ഞങ്ങളുടെ സഹോദരിയാണ്. നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. റെബേക്കയും തോഴിമാരും ഒട്ടകപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അങ്ങനെ റെബേക്കയും ഭൃത്യനും പുറപ്പെട്ടു. ആ ഇടയ്ക്ക് ഇസഹാക്ക് ബെത്ലഹേറായിൽ നിന്നും നെഗേബിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമകനായി വയലിലൂടെ നടക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റെബേക്കയും ശിരസ് ഉയർത്തി നോക്കി. ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. അവൾ ഭൃത്യനോട് ചോദിച്ചു, അങ്ങകലെ പാടത്തു കൂടി നമ്മുടെ നേർ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ്? ഭൃത്യൻ പറഞ്ഞു, അവനാണ് എൻ്റെ യജമാനൻ. ഉടനെ അവർ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി. നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു. അങ്ങനെ അമ്മയുടെ വേർപാട് ദുഃഖിച്ചിരുന്ന അവൻ ആശ്വാസം ലഭിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവൻ തന്റെ ഭവനത്തിൽ വസിക്കുന്ന വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഉദ്വിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫീസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്നു നിങ്ങൾ കർത്താവിൻ്റെ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ.
പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിന്നരതായി നന്മ നിറഞ്ഞു തുറന്നിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തുലിക താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമീൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1:18 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടു അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ഇരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്മസിലെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെയും. അതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ തലേ ഞായറാഴ്ച എല്ലായ്പ്പോഴും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിക്കാറുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു.
അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ജോസഫിനാണ്. മാറയോസെ പിതാവിൻ്റെ രക്ഷാകര ജീവിതത്തിലെ ദൗത്യം അതെന്താണെന്നുള്ളത് വിശുദ്ധ മത്തായി ശ്ലീഹ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു കാരണം കൂടിയുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ അദ്ദേഹം യഹൂദർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. അദ്ദേഹം യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സുവിശേഷം എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു കുടുംബനാഥൻ, അപ്പൻ എന്നുള്ള രീതിയിൽ അപ്പന് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ടാണ് ഔസേപ്പിതാവിനെ കുറിച്ച് കൂടുതൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തലക്കെട്ട് യേശുവിൻ്റെ ജനനം എന്നുള്ളതാണ്. പക്ഷേ ഔസേപ്പിതാവിനെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടെങ്കിലും ഏറ്റവും ഒടുവിൽ പരിശുദ്ധ കന്യാമറിയമാണ് അതിൻ്റെ ഫോക്കസ്. നമ്മളിന്ന് വായിച്ചു കേട്ടത് ഒന്നാമത്തെയും 18 മുതലുള്ള തിരുവചനങ്ങളാണ്. 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ യേശുവിൻ്റെ വംശാവലിയാണ്. യേശുവിൻ്റെ വംശാവലിയിൽ വിശുദ്ധ മത്തായി സുവിശേഷകൻ അദ്ദേഹം എല്ലാം അപ്പൻ്റെ പേര് പറഞ്ഞ് അവസാനം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരിലാണ് അവസാനിക്കുന്നത്. എന്നിട്ട് അവളിൽ നിന്ന് ഈശോ എന്നു പേരുള്ള ദൈവപുത്രൻ ജനിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഔസേപ്പിതാവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഔസേപ്പിതാവിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം, രക്ഷാകര ചരിത്രത്തിൽ ഒരു നിശബ്ദനായ വ്യക്തിയാണ് ഔസേപ്പിതാവ്. പക്ഷേ വളരെ ക്രൂഷ്യലായിട്ടുള്ള നിമിഷങ്ങളിൽ ഔസേപ്പിതാവിലൂടെയാണ് ദൈവം കാര്യങ്ങൾ നടത്തുന്നത്. അതായത് നമ്മളൊക്കെ സൈലൻ്റ് ആണെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ നിസ്സാരമായിട്ട് കരുതുന്നവർ ജീവിതത്തിലും ഓരോ പരിപാടികളിലും വളരെ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടായിരിക്കും അവർ ഇടപെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് നമ്മൾ ഒരിക്കലും വില കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കലും പ്രാധാന്യം കൊടുക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിത്വം ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ വളരെ ക്രൂഷ്യലായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മെ പിന്തുണയ്ക്കാനും നമുക്ക് സപ്പോർട്ട് നൽകാനും അല്ലെങ്കിൽ നമ്മൾ ആ പരിപാടിയെ വിജയിപ്പിക്കാനൊക്കെ ആയിട്ട് വരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. സത്യത്തിൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ്. ചിലരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ വിചാരിക്കുന്നവരായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നമുക്കാരെയും മാറ്റി നിർത്തേണ്ടതില്ല. ഒരുപക്ഷെ നമ്മൾ ആരുമല്ല എന്ന് കരുതുന്നവരായിരിക്കും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കാരെയും പാർശ്വവൽക്കരിക്കേണ്ടതില്ല, നമ്മൾ ആരെയും മാറ്റി നിർത്തേണ്ടതില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഔസേപ്പിതാവും കന്യാമറിയവും സത്രത്തിൽ സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ് കാലിത്തൊഴുത്തിൽ പോയി അഭയം തേടിയത്. ഏതെങ്കിലും ഒരു സത്രം സൂക്ഷിപ്പുകാരൻ വീട് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ അവൻ്റെ ഭവനം ഇന്ന് എന്താകുമായിരുന്നു? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം യേശു ജീവിച്ച് മരിച്ച സ്ഥലങ്ങളും നടന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് വിശുദ്ധ നാടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈവൻ സെഹിയോൻ മാളിക പോലും ഇന്ന് അതേപോലെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, വന്ന് വാതിൽ മുട്ടിയിട്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി. ഗത്യന്തരമില്ലാതെയാണ് കാലിത്തൊഴുത്തിൽ പോയി അവർ അഭയം തേടിയത്. തമ്പുരാൻ്റെ ഒരു ഇടപെടലൊക്കെ അതിലുണ്ടായിരിക്കാം. കാരണം ഒരു വീടിൻ്റെ ഒരു സിറ്റുവേഷനിൽ ഈശോ ജനിച്ചു വീഴാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടാകാം. കാലത്തൊഴുത്തിൽ പിറന്ന് ഏറ്റവും ദരിദ്രനായിട്ട് പിറന്നുകൊണ്ട് വീഴാനായിരിക്കാം യേശുവിൻ്റെ ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ തീരുമാനം. പക്ഷേ നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കൂ. തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ആ വീട്ടുകാരൻ ഇന്ന് എവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം? പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ചെറുതായി കാണുന്നവരാണ് വലിയ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഔസേപ്പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഔസേപ്പിതാവ്. തിരുസഭ കുറേ നാൾ വരെ അദ്ദേഹത്തെ സൈലൻ്റായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്.
പക്ഷേ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ സിനഡ് കൂടിക്കൊണ്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഉള്ള സമയത്താണ് ഔസേപ്പിതാവിനെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മൾ താതനും അതുപോലെ ആത്മജനും എന്നുള്ള പാട്ടിൽ മാർ ഔസേപ്പിതാവിനും കൂടി അതിൽ ചേർത്ത് വെച്ചു. ഔസേപ്പിതാവിനോട് ചേർത്ത് കൊണ്ടുള്ള പ്രാർത്ഥനകൾ, സ്പെഷ്യൽ പ്രേയേഴ്സ് നമ്മുടെ പ്രോപ്രിയയിൽ, അതായത് നമ്മുടെ വിശുദ്ധ കുർബാന പുസ്തകത്തിൽ ചേർത്ത് വെച്ചു. അപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഇനി നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഉറങ്ങുന്ന ഔസേപ്പിതാവിനെ കൂടുതൽ ചിത്രീകരിക്കാൻ തുടങ്ങിയത്. ഉറങ്ങുന്ന ഔസേപ്പിതാവ്. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം സൈലൻ്റ് ആണെങ്കിലും ഉറക്കത്തിലാണ് തമ്പുരാൻ, ദൈവം കൃത്യമായിട്ട് അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപം വളരെ പ്രസിദ്ധമാണിപ്പോൾ, ഉറങ്ങുന്ന ഔസേപ്പിതാവ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഔസേപ്പിതാവിനേക്ക് നോക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പഠിക്കണം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആരൊക്കെയാണ് ഒരു ഇടപെടലിന് വേണ്ടി, ഒരു വഴിത്തിരിവിന് വേണ്ടി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. നമുക്കാരെയും മാറ്റി നിർത്തേണ്ടതില്ല. തമ്പുരാൻ്റെ പദ്ധതിക്കനുസരിച്ച് കൊണ്ട് ആരിലൂടെയും ദൈവം നമ്മെ മുന്നോട്ട് നയിക്കും. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നയിക്കണം. അതുകൊണ്ട് ആരെയും നമ്മൾ മാറ്റി നിർത്തേണ്ട. ചെറുതെന്ന് കരുതുന്നവരിലൂടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഔസേപ്പിതാവ് ഉറക്കത്തിലാണ് പല കാര്യങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഉറക്കത്തിലാണ് പല നിയന്ത്രണങ്ങളും തമ്പുരാൻ അവർക്ക് കൊടുത്തിരുന്നത്, പല നിർദ്ദേശങ്ങളും കൊടുത്തിരുന്നത്. ഔസേപ്പിതാവ് വളരെ ഭംഗിയായിട്ട് ഉറങ്ങുന്നു. ആ ഉറക്കത്തിൽ ദൈവം ഇടപെടുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ തിരക്കുകളിലും അസ്വസ്ഥതകളിലും നമുക്ക് പലപ്പോഴും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പലരും പറയുന്നൊരു കാര്യമുണ്ട്, കൃത്യമായി ഒരു ഉറക്കം കിട്ടണില്ല, നന്നായി ഒന്ന് സ്വസ്ഥമായി ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റണില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ട് ഉറങ്ങുമ്പോൾ, കണ്ണടയ്ക്കുമ്പോൾ അതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ വണ്ടി ഓടിക്കുന്നവരൊക്കെ കുറേ പേരുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, അതായത് നമ്മളിങ്ങനെ കുറേ സമയം നമ്മളിങ്ങനെ വണ്ടി ഓടിക്കും, അപ്പോൾ ട്രാഫിക്കിലൂടെയും അതുപോലെയൊക്കെ വണ്ടി ഓടിക്കും. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ചില എന്താ പറയുക, തൊട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പോകും. ചിലപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റ് എന്താ പറയുക ടൈമിങ്ങിലൊക്കെ അത് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വളരെ ഭംഗിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ലോങ് ഡ്രൈവിലും ഷോർട്ട് ഡ്രൈവിലും ഒക്കെ, കൂടുതലും ലോങ് ഡ്രൈവിലാണ് ഇങ്ങനെ കൂടുതലും ഉണ്ടാവുക. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഓടിച്ച സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ചില നിമിഷങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു പോയതും അതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരും അല്ലേ? വണ്ടി ഓടിക്കുന്നവരൊക്കെ ഇവിടെയുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് പ്രാർത്ഥനയ്ക്ക് ചൊല്ലി നമ്മൾ അങ്ങനെ വേറെ ശ്രദ്ധ വേറെ പലതിലേക്കൊന്ന് മാറ്റിവിട്ട് കഴിയുമ്പോൾ പതിയെ നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുകയാണ്. സ്നേഹമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ജീവിതത്തിലും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് കിടക്കാൻ കിടക്കുമ്പോൾ ഇതൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരിക, നാളത്തെ കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പിറ്റേ ദിവസം കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, മത്സരം ഉണ്ടെങ്കിൽ അന്ന് രാത്രി മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇനി നമ്മുടെ കുട്ടികളെ തന്നെ ആലോചിച്ച് നോക്കും, നാളെയാണ് ബർത്ത്ഡേ എങ്കിൽ ഇന്ന് കുട്ടികൾക്ക് ഉറക്കമില്ല, അവർ കിടന്ന് ഉറങ്ങില്ല, തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നുകൊണ്ടിരിക്കും. കുട്ടികളുടെ രീതിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നാളൊരു വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ. ആ ഒരു ചിന്തയാണ് മനസ്സിൽ. സ്നേഹമുള്ളവർ, നമ്മൾ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എന്തിനാണ് നമ്മൾ അസ്വസ്ഥമാകുന്നത്? ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകട്ടെ, അസ്വസ്ഥതകളുണ്ടാകട്ടെ, പ്രയാസങ്ങളുണ്ടാകട്ടെ, പക്ഷേ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നേ. തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും. ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വേണ്ട, അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഉറങ്ങുന്ന ഔസേപ്പിതാവ്, ആ ഉറങ്ങുന്ന ഔസേപ്പിതാവിലൂടെ ദൈവം കാര്യങ്ങൾ നടത്തിയതുപോലെ നമുക്കും ഉറങ്ങാം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കുറേ പേര് ഉറങ്ങുന്നുണ്ട്. രാവിലത്തെ ഒരു സമയമായതുകൊണ്ടെന്നറിയില്ല, ഉറങ്ങിക്കോളൂ, കുഴപ്പമില്ല. സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരുന്ന് ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ പോലും പല നിദ്രാവിഹീനരായിട്ടാണ് പലരും ഇവിടെ ഇരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥമായി ശാന്തമായി ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അപ്പം അതുകൊണ്ട് ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിൽ ഔസേപ്പിതാവിനെ ദൈവം കൃത്യമായി ഉറക്കിയതുപോലെ ഈശോയെ എന്നെയും എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിലും എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും സ്വസ്ഥമായി ശാന്തമായി ഒന്നുറങ്ങാൻ, ജീവിതത്തെ ഒന്ന് ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നന്നായി ഉറങ്ങാൻ സാധിക്കണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. മനസ്സ് ശാന്തമാകണമെങ്കിൽ നമ്മൾക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന പാപത്തിൻ്റെയും തിന്മയുടെ സാഹചര്യങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കണം. അതിനാണ് കുമ്പസാരം. MT വാസുദേവൻ നായർ അദ്ദേഹം ഇപ്പോൾ കുറച്ച് ശാരീരിക അസ്വസ്ഥതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നുണ്ട്. എന്താണ്? അമ്പലങ്ങളിൽ കുമ്പസാരക്കൂട് ഉണ്ടായിരുന്നെങ്കിലെന്ന്. മനസ്സിൻ്റെ സ്വസ്ഥതയും ശാന്തതയും ഇറക്കി വയ്ക്കാൻ പറ്റുന്നത് കുമ്പസാരക്കൂട്ടിലാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളിൽ ഇപ്പോൾ നമ്മുടെ പള്ളിയിലെ മീറ്റിംഗ് ഹാളിൽ കുമ്പസാരം നടക്കുന്നുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ആണ്ടിലൊരിക്കലും കുമ്പസാരിച്ച പോരാ, സാധിക്കുന്നിടത്തോളം എല്ലാവരും കുമ്പസാരിച്ചൊരുങ്ങിക്കൊണ്ട് ഈശോയുടെ വരവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം അങ്ങനെ കുമ്പസാരിച്ചൊരുങ്ങുമ്പോൾ നമ്മളും ആത്മീയമായിട്ടൊന്ന് ശാന്തമാവുകയാണ്. അതും ഉറക്കത്തിൻ്റെ വലിയൊരു കാരണമാണ്. അതുകൊണ്ട് ആത്മീയമായും ഭൗതികമായും ശാന്തമാകാൻ, സ്വസ്ഥമാകാൻ, ഏറ്റവും നന്നായി ഒന്ന് കുമ്പസാരിച്ചൊരുങ്ങാൻ ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉറങ്ങുന്ന ഔസേപ്പിതാവിനെ പോലെ ജീവിതത്തെ ശാന്തമായി നേരിടാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ എന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, ഞങ്ങൾക്ക് പാപമോചനം രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ, കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രക്ഷകനായി നിന്നെ സ്വീകരിക്കാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കി കർത്താവേ, അടുത്ത ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ, നിന്റെ ആഗമനം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശാല സഭകളുടെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധപിതാവുമായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും ഒരു അധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മനന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങളിൽ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യതിരകത്തിൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുറസ്നേഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുവൈനിളവുമിതാ അഖിലരുമൊന്നായി സന്നിധിയും മാനവനിരയൊരു ചേർന്നേവം താരാ ദൈവ
പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനും ദിവ്യരൂഹാഖ്യം സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. പോലെ നന്നേക്കും ആമേനാമേ. സുരരുടെ പ്രേഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മത്തോമായും സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തീരാ. നമ്മുടെ കൂടെ ബലവാന കർത്താവിൻ നന്ദിക്കും രാജാവാം ദൈവം നമ്മോടൊപ്പെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുന്നേക്കും നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി കേൾക്കട്ടെ മോദാൻ നിത്യം വാഴ്ത്തിടാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിനും സകല ശിക്ഷകൾക്കുമുള്ള യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിന്റെ ആശ്വാസവും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവരും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവാൻ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിതങ്ങളെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നാനികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലേക്കും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ഒരു നിമിഷം നമുക്ക് സ്തോത്ര കാഴ്ചയ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ.
എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ ഞങ്ങൾ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ കാവൽ മലാക്കമാരെ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോട് കൂടെ. പാത്രാർക്കിസന്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാൻ പോളിത്താന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ. അങ്ങേക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യ ശുശ്രൂഷകരാകുവാൻ എല്ലാവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിപ്പിക്കുകയും സൂക്ഷിക്കുകയും വൈപതിജനമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് വീഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം.
നമ്മോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാത്തിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അവരുടെ സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവിട്ട് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാക്കന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മേനുമരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധനും രൂപികളുമായ ക്രൂപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗനിവാസികളും മാലാഖവൃന്ദങ്ങളും ക്രോവേന്മാരും ശ്രാപ്പേന്മാരും അനവരതം പാടിടുന്നു, അനുസ്യൂതമായി തേടുന്നു. പരിശുദ്ധൻ പരമശക്തൻ ഉന്നതനായ മഹേശ്വരൻ ഓശാന പാടാം ഓശാന വാഴ്ത്തി പാടാം ഓശാന. പരിശുദ്ധൻ പരമശക്തൻ ഉന്നതനായ മഹേശ്വരന് ഓശാന പാടാം ഓശാന വാഴ്ത്തി പാടാം ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്ന് ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ സർവസ്വവും മുൻപിലച്ച് കുമ്പിടുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ശക്തനായ ദൈവമേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്കും മറാഫിൽ തട്ടിൽ ശ്രേഷ്ഠമിത്ര ബലിതാക്കും മറാൻ റൂസ് മിത്ര ബലിതാക്കും മാർ പോളിമിത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിത അൽമായി പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്ത്ര വലിയ വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും എന്നിവരുടെയും ബഹുമാനത്തിനും
നീതിമാന്മാരും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായ വിധം വർത്തിച്ച നീതിമാന്മാരെ വിശുദ്ധരമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ആശുപത്രം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും ഞങ്ങളുടെ വയുടെ പൊതുനിയോഗങ്ങൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനാണെന്റെ സർവസ്വം മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ദുരിതമനോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിയുമപ്പം ഞാൻ സ്നേഹമൊടിഞ്ഞ് കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അപധാരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളക്കുന്ന ശരണത്തോടെ അപധാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് സഹോദരരുടെ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് സകലത്തിൻ്റെ നാഥനായ ദൈവത്തിന് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിൽ നിന്നും വിദേശത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും ഓർത്തും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകനാഥ പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകനാഥ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവും ശീഹയുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരെ, സ്വർഗരാജ്യത്തെ വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ വചനങ്ങളുടെ മാത്രം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ മൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും
രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യത്തിരകത്താൽ ഞങ്ങളുടെ കടങ്ങൾ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. കൈകൾ കൂപ്പി തന്നെ കുറിച്ച് ആശീർവാദം സ്വീകരിക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായി സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജീവദായകമായ സുവിശേഷം വഴി ശിക്ഷകണത്തോടെ പ്രകാരം അരുളി ചെയ്തു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ പങ്കുകൊണ്ട് സന്തുഷ്ടനായി നമ്മെ അവിടുന്ന് മഹത്വം അണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഞങ്ങൾ അറിഞ്ഞുകൂടാ